നിങ്ങളുടെ ഈ കുസൃത്തരങ്ങൾ കണ്ടിട്ട് ആരോ കുറച്ച് ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കട്ടെ എന്താണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ചോദിക്കാൻ പറഞ്ഞാണ്. ആലോചിക്കാതെ പെട്ടെന്ന് പറയണം. ആലോചിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? കള്ളം പറയും. അപ്പൊ കള്ളം പറയാതിരിക്കാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത്. യുംന എന്ന് പേര് മാറ്റാൻ ചാൻസ് കിട്ടിയാൽ ഏത് പേര് തിരഞ്ഞെടുക്കും? ഫാത്തിമ. ഈ ഫാത്തിമയിൽ ആരോ കൈവശം കൊടുക്കും. വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന യുംനയ്ക്ക്, ചേച്ചിക്ക്, അനിയത്തിക്ക്? ചേച്ചിക്ക്. 3, പാട്ട് പാടാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്നത്? ഐസ്ക്രീം, കൂട്ടുകാരുമായിട്ടുള്ള കളി, ബഹളം വെക്കൽ. ഏതാണ്? ബഹളം വെക്കൽ, ഐസ്ക്രീം. കളി പോയി? കളി പോയിട്ടില്ല. കളിയുണ്ട്. യുംനയുടെ പാട്ട് പാടി ആര് അഭിനയിക്കണമെന്നാണ് സ്വപ്നം? യുംന പാട്ട് പാടുമ്പോൾ ആര് അഭിനയിക്കണമെന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട? ആരായിരിക്കണം പാടി അഭിനയിക്കേണ്ടത്? സൽമാൻ ഖാൻ. ചെറിയ ആഗ്രഹം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? ഗായകൻ പാട്ടുകാരൻ ദാസങ്കൽ. ഗായിക ശ്രേയ ഘോഷൽ. കരഞ്ഞു പോയ ഒരു ക്രിറ്റിസിസം ഏതാണ്? വിമർശനം. ഒരിക്കലും ഈ കുട്ടി കരയാൻ സാധ്യയില്ല, ചിരിക്കൂ. പക്ഷെ മനസ്സ് വിഷമിച്ചപ്പോഴാണ്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ചോ? ചിലപ്പോ ഞാൻ വിചാരിച്ച കാര്യം സാധിക്കാറില്ല, വിചാരിച്ച പോലെ പാടാൻ പറ്റാറില്ല. സ്റ്റേജിന്റെ പിൻസീറ്റിൽ പിൻഭാഗത്തേക്ക് പോയിട്ട് കരയാറുണ്ടോ? ചിലപ്പോ കരയാറുണ്ട്. അപ്പൊ എന്താണ്, ഉപ്പ ആശ്വസിപ്പിക്കൂ? ഉപ്പ ആശ്വസിപ്പിക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടി കരയാറുണ്ട് കേട്ടോ. നമ്മളെല്ലാം വിചാരിച്ച് മീനാക്ഷി ഇവിടെ കരയാറില്ല കേട്ടോ. കുശുമ്പ് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് അവരെ പോലെ ആകാൻ പറ്റിയിട്ടില്ല എന്ന് എപ്പോഴും വിഷമിക്കുന്ന ആരാണ്? ഒരേ സമയം സിനിമയിൽ അഭിനയിക്കാനും പാടാൻ അവസരം കിട്ടിയാൽ ഏത് തിരഞ്ഞെടുക്കും? പാട്ടാണോ അഭിനയമാണോ? പാട്ട്. ബോംബെയിലായപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് എന്താണ്? കേരളത്തെ മീൻകറി, സ്കൂൾ ഫ്രണ്ട്സിനെയാണോ ഏറ്റവും മിസ് ചെയ്ത്? എന്താണ് കേരളത്തിലെ മീൻകറിയാണ് ഏറ്റവും ഫാമിലിനെ മിസ് ചെയ്യുന്നത്, ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നത്. ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഏതാണ്? ഹോംവർക്ക്, ടെസ്റ്റ് പേപ്പർ, ട്യൂഷൻ? ടെസ്റ്റ് പേപ്പർ ഒട്ടും ഇഷ്ടമല്ല. ഏറ്റവും അവസാനം സംഭവിച്ച ഒരു അബദ്ധം എന്താണ്? അബദ്ധം ഒരിക്കലും പറ്റാത്തൊരു കുട്ടിയാണ്. എനിക്ക് എപ്പോഴും അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാലപ്പടക്കം പോലെയാണ് അബദ്ധം പറ്റുന്നത്. ഈ അടുത്ത കാലത്ത് സംഭവിച്ച, ഈ ഏറ്റവും അടുത്ത് സംഭവിച്ച ഒരു അബദ്ധം ഏതാണ്? അബദ്ധം സംഭവിക്കുന്നില്ല. ഏറ്റവും അവസാനം പറഞ്ഞ നുണയതാണ്? ഒരുപാട് നുണകൾ പറയുന്നുണ്ട്, ഏതാണെന്ന് അറിയില്ല. അങ്ങനെയല്ല. ഏറ്റവും അവസാനം അമ്മയോടും അച്ഛനോടും പറഞ്ഞ നുണയതാണ്? അങ്ങനെ പറഞ്ഞ ഈ പ്രോഗ്രാം കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് അത് വെടിയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നില്ല. ഓക്കെ. മീനാക്ഷി കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, രാജാങ്കളുടെ കൂടെ നായികയായിട്ട്, പിന്നെ എന്താ മമ്മൂക്കയുടെയും ദുൽഖറേട്ടന്റെയും ദിലീപേട്ടന്റെ എല്ലാവരുടെയും കൂടെ ആക്ട് ചെയ്യണം. ഒറ്റയാളെ വിട്ടിട്ടില്ല. ഒരാളെ വിടാതെ. സൽമാൻ ഖാനെ വേണ്ടേ? വേണം. മൂപ്പരെടുത്ത് പോയി എന്ത് ചെയ്യാൻ പറ്റുമോ അത്, അല്ലേ? സൽമാൻ ഖാനെ വിട്ടിട്ടുള്ള കളി മതി. മീനാക്ഷിയോട് പറഞ്ഞാലേ. അമ്മയ്ക്ക് വേണ്ടി സമ്മാനം വാങ്ങിയാൽ എന്തായിരിക്കും ഒരു സമ്മാനം വാങ്ങുക? നെക്ലേസ് വാങ്ങിക്കും. മീനാക്ഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഡയലോഗ് ഏതാണ്? മറ്റ് ആർട്ടിസ്റ്റുകൾ എപ്പോഴും മനസ്സിൽ കാണുമ്പോൾ ചിരിക്കുകയും ഓർക്കുകയൊക്കെ ചെയ്യുന്ന ഡയലോഗ്? ലാലേട്ടൻ 6-ാം തമ്പുരാനില് പറയുന്നില്ലേ, മോളു ഈ കിക്ക് കിക്കെന്ന് കേട്ടിട്ടുണ്ടോ? ഡയലോഗ് ഞാൻ ഓർക്കണില്ല. ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തൊക്കെയോ പോലെ. ആരുടെ കൂടെ അഭിനയിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്? അങ്ങനെ ഇപ്പൊ എല്ലാവരുടെയും കൂടെ ആക്ട് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എല്ലാവരുടെയും കൂടെ. ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടാതെ പോകുമോ എന്നുള്ള അല്ലേ? പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയാൽ ആദ്യം എന്ത് ചെയ്യും മീനാക്ഷി? ഞാനോ? ഞാൻ എന്ത് ചെയ്യുന്നു? സ്ഥലമായിട്ടൊക്കെ പരിചയപ്പെടും. അങ്ങനെ വന്ന് പെട്ടുപോയാലോ? കുറച്ച് ടെൻഷനാവും. ഞാൻ എവിടെന്നെങ്കിലും ഫോൺ തപ്പിയെടുത്തിട്ട് ഫോൺ നമ്പർ അറിയോ? ഉപ്പേന്റെ ഫോൺ നമ്പർ അറിയാം? ഉപ്പയുടെ അറിയില്ല, ഉമ്മയുടെ അറിയാം. ഉപ്പേന്റെ ഉമ്മയുടെ അറിയാം? ഉപ്പയുടെ അറിയില്ല, ഉമ്മയുടെ
ഉപ്പയുടെ ഫോൺ നമ്പർ അറിയില്ല നീ കുട്ടി? എന്ന് വെച്ചാല് ഉപ്പേന്റെ ഫോൺ നമ്പർ ആദ്യം ഒരു ഫോൺ നമ്പർ ആയിരുന്നു, അത് ചേഞ്ച് ആക്കി. പിന്നെ ഉപ്പയുടെ നമ്പർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ നമ്പർ ഉപ്പയുടെ ഈ നമ്പറൊക്കെ മൂക്ക് പിടിയിട്ടിരിക്കുന്നു. കറക്റ്റ്. ഒരു കുസൃതി ചോദ്യം ചോദിക്കും നിങ്ങളോട്. നിങ്ങളുടെ ഒരു കൂട്ടുകാരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തതിനാണ്? 1 ton of feathers, a ton of steel, a ton of iron. ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തതിനാണ്? a ton of feathers, a ton of steel, a ton of iron. Iron. സ്റ്റീൽ ആണോ അയൺ ആണോ ഫെദേഴ്സിലാണോ? ഒരു ടൺ, a ton of feathers, a ton of steel, a ton of iron. വെയിറ്റ് കൂടുതൽ അയൺ ആണ്. 1 ടൺ ആണ് എല്ലാം. പിന്നെ എല്ലാത്തിലും ഒന്നല്ലേ? നിങ്ങളുടെ ഒരു കുസൃതി നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ്.